ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മൾ 10th ക്ലാസ്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആണ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സർക്കിൾസിനെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സർക്കിൾസ് എന്ന് പഠിച്ചിട്ടുണ്ട്. സർക്കിളുമായി ബന്ധപ്പെട്ട കുറെ ടേംസ്, ഡയമീറ്റർ, റേഡിയസ്, അല്ലെ, അതിന്റെ സർക്കംഫറൻസ്, അതുപോലെ പൈ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പഠിച്ചു? സെക്ടർ പഠിച്ചു, ആർക്ക് പഠിച്ചു, സെഗ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടേംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ തിയറം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ഒരു പുതിയ പ്രോപ്പർട്ടിയാണ്. സർക്കിളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അത് പ്രൂവ് ചെയ്തെടുക്കാൻ പോവാണ്. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം നോക്കാം. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ബോർഡിൽ ഒരു സർക്കിൾ കിടപ്പുണ്ട്. ആ സർക്കിൾ സെന്റർ ആണ്. ഞാൻ സെന്ററിലൂടെ ഒരു ലൈൻ വരയ്ക്കും. സർക്കിളിന്റെ സെന്ററിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈൻ വരയ്ക്കുകയാണ്. നമുക്കറിയാം, സർക്കിളിന്റെ സെന്ററിലൂടെ വരയ്ക്കുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡയമീറ്റർ, അല്ലെ? ഈ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്നും ഞാൻ സർക്കിളിലെ ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ സർക്കിളിന്റെ ഏതാണ്ട് ഈ പോയിന്റ് ചൂസ് ചെയ്തു. സർക്കിളിലെ പോയിന്റിലേക്ക് ഞാൻ രണ്ട് എൻഡിൽ നിന്നും ഓരോ ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് വരച്ചു, അതേപോലെ ഈ എൻഡിൽ നിന്നും വരയ്ക്കുക. ഓക്കെ, രണ്ട് എൻഡിൽ നിന്നും വരച്ചു. അപ്പോ അതിന് ശേഷം ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് എടുക്കുകയാണ്. ഈ ആംഗിൾ എത്ര വരും? അപ്പോ ഞാനിത് മെഷർമെന്റ് നടത്തി നോക്കിയപ്പോ ഇത് കണ്ടത് 90 ഡിഗ്രി വരുന്നുണ്ട് ഈ ആംഗിൾ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ വ്യക്തമാകുന്നുണ്ടോ? 90 ഡിഗ്രി ആണ് ഈ ആംഗിൾ വന്നിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പോയിന്റ് എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ 90 വന്നത്. ഞാൻ വേറൊരു പോയിന്റ് എടുക്കാൻ പോവാണ്. ഈ പോയിന്റ് ആണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ, ഇതാണ്ട് അടുത്തൊരു ആംഗിൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ മെഷർമെന്റ് എത്രയാണെന്ന് നോക്കാം. അവിടെ ചിലപ്പോ ഈ പോയിന്റ് എടുത്തുകൊണ്ടായിരിക്കാം. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് അതാണ്ട് ഈ പോയിന്റ് എടുത്തപ്പോഴും ആംഗിൾ എത്ര തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി തന്നെ. ഇനിയിപ്പോ അതിന്റെ ലോവർ പാർട്ട് വരച്ചുകൊണ്ടാണോ? നമുക്ക് അപ്പർ പാർട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ ഇത് തന്നെയാണോ അവസ്ഥ നോക്കാം. അവിടെ ഞാൻ ഇതാണ് പോയിന്റ്. ആ പോയിന്റിൽ നിന്നും രണ്ട് എൻഡിലേക്കും ലൈൻ വരച്ചിരിക്കുന്നു. കിട്ടിയ ആംഗിളിന്റെ മെഷർമെന്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കാണാം ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ കണ്ട പ്രത്യേകത, സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് നിന്ന് സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആണെന്ന് കാണും. അപ്പോ ഇതൊരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു തിയറമായിട്ട് നമുക്ക് അങ്ങ് എഴുതി വെക്കാൻ പറ്റുമോ? അപ്പോ അങ്ങനെ പറ്റും. നമുക്ക് രണ്ടു വരച്ച് നമ്മൾ ഒന്നോരപ്പോ നോക്കി, ഇത് 90 എന്ന് കിട്ടി, ഇവിടെ 90 ആയിരുന്നു, ഇതിന് 90 കിട്ടി, അല്ലെ? അപ്പോ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ അപ്ലൈ, നമുക്ക് ഈ ഒരു വരച്ച് നോക്കി കണ്ടുപിടിച്ച് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാത്തമാറ്റിക്സിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രൂവ് ചെയ്തെടുക്കാനാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവരൊരു കാണിക്കുന്നത്. അപ്പോ പ്രൂവ് ചെയ്ത ഒരു കാര്യം നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ വിശ്വാസ്യതയുണ്ട്. അപ്പൊ നമ്മളിത് വരച്ചു നോക്കി കണ്ടുപിടിക്കുന്ന ഓൾറെഡി നമുക്ക് കിട്ടി. നിങ്ങൾക്ക് വേണേൽ ചെയ്ത് നോക്കാം. ഒരു സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ ഡയമീറ്റർ വെച്ചിട്ട് എൻ പോയിന്റ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുമോ, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി കിട്ടും എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ഫുൾ സർക്കിൾ വേണമെന്നില്ല. ഞാനിപ്പോ എന്ത് ചെയ്തു? സെമി സർക്കിൾ പകുതി മതി.
കാരണം ആ ഒരു ആംഗിൾ മാത്രമല്ലേ. അപ്പോ ഇതിപ്പോ സെമി സർക്കിൾ ആയി അല്ലെ. ഈ സെമി സർക്കിളിന്റെ നോക്കിയ ഡയമീറ്റർ ആണ്. ഞാൻ അതിനെ എ ബി എന്ന് വിളിച്ചു. സെന്റർ ഒ. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്. അപ്പൊ ആംഗിൾ എ സി ബി 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒ സി എന്ന് പറയുന്ന ലൈൻ അതൊന്ന് കണക്ട് ചെയ്യാണ്. ലൈൻ ഒ സി ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഒ സി എന്ന് പറയുന്ന ലൈൻ കണക്ട് ചെയ്യും. ഇപ്പൊ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. ട്രയാങ്കിൾ എ ഒ സി, ട്രയാങ്കിൾ ബി ഒ സി. ഞാൻ അത് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാങ്കിൾ എ ഒ സി. അതിൽ ഒ എ ഈക്വൽ ടു ഒ സി അല്ലേ. കാര്യം എന്താ, അത് രണ്ടും സർക്കിളിന്റെ അല്ലെങ്കിൽ സെമി സർക്കിളിന്റെ റേഡിയസുകളാണ്. ഒരു സർക്കിളിന്റെ റേഡിയസുകൾ അല്ലെ. ഇപ്പൊ ഇവിടെ ഒ എയും ഒ ബിയും ഒ സി എല്ലാ റേഡിയസുകളാണ്. അപ്പോ ഒ എ ഈക്വൽ ടു ഒ സി ആണ് റേഡിയസ്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് അല്ലേ ഈ ഒ എയും ഒ സി എന്ന് പറയുന്നത്. അത് ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾസാ? ഐസോസിലസ് ട്രയാങ്കിളാ. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചതാണ്. ഐസോസിലസ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാ? ഒ എയും ഒ സിയും. ഒ എക്ക് ഓപ്പോസിറ്റ് ഇതാണ് ആംഗിൾ. അതുപോലെ ഒ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ. ഈക്വൽ എടുത്തൂടെ? ഞാൻ ആ ഈക്വൽ ആയിട്ടുള്ള എന്റെ വാല്യൂ എക്സ് എന്നും കൂടെ അങ്ങ് എടുക്കാം. ഇത് രണ്ട് സ്റ്റെപ്പാണ് എടുക്കണം. അപ്പൊ ലെറ്റ് എന്ന് വേണമെങ്കിൽ എഴുതി ചേർത്തോണം. ഓക്കെ ആണല്ലോ. അപ്പം ഇത് എക്സ് ആണ്, അതുപോലെ ഇതും എക്സ് ആണ്. ഓക്കെ, അതേപോലെ അടുത്ത ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ട്രയാങ്കിൾ ബി ഒ സി. അതിൽ ഏതൊക്കെയാ? ഒ ബി ഈക്വൽ ടു ഒ സി ആണ്. ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. അപ്പൊ അത് കാരണം ഒ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിള്, ഒ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിള്, ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പൊ ഏതൊക്കെയാ? ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഈക്വൽ ടു, അവിടെ ഞാനൊരു വേരിയബിൾ കൊടുക്കാണ്. ഞാൻ വൈ എന്ന് വിളിച്ചു. കാര്യം ഈ ആംഗിൾ തന്നെ ആയിരിക്കണം, ഇതൊന്നും നിർബന്ധമില്ല. മറ്റൊരു വേരിയബിൾ കൊടുത്തു വൈ. ഓക്കെ ആണല്ലോ. ശരി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആംഗിൾ എ സി ബി 90 ഡിഗ്രി എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇവിടെ ആ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾ നോക്കിയേ. ആംഗിൾ എ സി ബി ഈക്വൽ ടു, ആംഗിൾ എ സി ബി എന്ന് പറയുമ്പോ ഏതൊക്കെ ചേരുന്ന? ആംഗിൾ ഒ സി എയും ആംഗിൾ ഒ സി ബിയും ചേരുന്ന, ഒ സി എ എന്ന് പറയുന്ന ആംഗിളും ഒ സി ബിയും കൂടെ ചേരുന്ന എ സി ബി. ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ ഒ സി ബി. അതിൽ ഒ സി എ എത്രയായിരുന്നു? എക്സ്. ഒ സി ബി വൈ. അപ്പോ എക്സ് പ്ലസ് വൈ. എ സി ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? എക്സ് പ്ലസ് വൈ. ഇത് നോക്കിയേ, ഞാൻ ആ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്. ഏതാ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ എ ബി സി, ഇവിടെ ആംഗിൾ എ എന്ന് മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ എടുക്കാണ് ആംഗിൾ ബി എസ് സി. വേണ്ട, ആംഗിൾ എ എന്ന് കാര്യം ഒറ്റ ആംഗിൾ അല്ല ഉള്ളൂ. ആംഗിൾ എ അതെത്രയാ? എക്സ് ആണ്. ആംഗിൾ ബി എത്രയാ? വൈ ആണ്. ഇവിടെ കുറെ ആംഗിൾസ് ഉണ്ട്, അതുകൊണ്ട് എ സി ബി എന്ന് എടുത്തിടുന്നു. ആംഗിൾ എ സി ബി, സി എന്ന് എഴുതിയാൽ മതി. വലിയ നമ്മൾ അങ്ങനെ സി എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവിടുത്തെ വലിയ ആംഗിൾ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആംഗിൾ എ സി ബി എത്രയാ? ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ. ഇതൊരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ആണ്. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിന്റെ കൂടെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾ ആണ്. അപ്പൊ ഇത് 3 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിക്ക് പകരം ഞാൻ ആംഗിൾ എ സി ബി എന്ന് തന്നെ എഴുതും. ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എക്സ് ആണ്, ആംഗിൾ ബി വൈ ആയിരുന്നു. ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഓക്കെ ആണോ? ഓക്കെ, എക്സ് പ്ലസ് എക്സ് എത്ര കിട്ടും? 2x പ്ലസ് വൈ പ്ലസ് വൈ എത്ര കിട്ടുന്നേ? 2y ഈക്വൽ ടു 180. ഇവിടെ 2 കോമൺ എടുക്കാമല്ലോ. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ എങ്ങനെ കിട്ടും? 180/2 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90.
ഓക്കെ, എക്സ് പ്ലസ് വൈ 90 ആണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൈക്ക് ഈക്വൽ അല്ലേ എ സി ബി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈക്ക് വരെ എ സി ബി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 90. ഓക്കെ ആണല്ലോ. അപ്പൊ തൽക്കാലം നമുക്ക് കിട്ടിയ ബാക്കിയുള്ള ഭാഗങ്ങളെ ഒഴിവാക്കാം. എക്സും വൈ ഒക്കെ നമ്മൾ കൊടുത്തതാ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എ സി ബി അതല്ലേ അവസാനം വന്നത്, അതിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തെടുത്ത കാര്യം എന്തുവാ? ഒരു സെമി സർക്കിളിൽ വരയ്ക്കുന്ന ആംഗിള് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഒന്നുകിൽ തിയറം അങ്ങനെ പറയാം, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ആർ റൈറ്റ് ആംഗിൾ ഓർ 90 ഡിഗ്രി. ഇവിടെ നമ്മൾ ഏത് പോയിന്റിലേക്കും ന്യൂട്ടൺ വരച്ചാലും എല്ലാം നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്ന് നമുക്കൊരു തിയറം പറയാം. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു സർക്കിള് അതിന്റെ ഡയമീറ്റർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് പറയാം, ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരച്ചാൽ നമുക്ക് എത്ര കിട്ടും? കിട്ടുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ. അപ്പൊ രണ്ട് രീതിയിൽ തിയറം പറയാം. ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന രേഖകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ പരസ്പരം ലംബമായിരിക്കുന്നോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കുന്നോ അല്ലെങ്കിൽ മട്ടകോണായിരിക്കുമെന്നോ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, മറ്റു രീതിയിൽ പറഞ്ഞാൽ അർദ്ധവൃത്തത്തിലെ കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്ന തിയറം. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതാണ് കുറച്ചുകൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ. ആംഗിളിനെ സെമി സർക്കിൾ തന്നെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സർക്കിളിന്റെ ഡയമീറ്റർ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ 90 ഡിഗ്രി, സർക്കിളിലെ ഡയമീറ്ററിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻസ് ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആ തിയറം പിടികിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പ്രോബ്ലത്തിന് മുമ്പായിട്ട് നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് മറ്റ് ചില കാര്യങ്ങളൂടെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞെടുക്കും. അപ്പോ നമുക്കൊരു സർക്കിൾ നോക്കാം. ഓക്കെ, നിങ്ങള് ശ്രദ്ധിക്കുക, ഒരു സർക്കിളാണ്. ഇപ്പൊ നമ്മൾ കണ്ട പ്രത്യേകത വെച്ചിട്ട് ഈ സർക്കിളിലെ എൻഡ്സിൽ നിന്നും സർക്കിളിന്റെ സെന്റർ ഞാൻ ഇവിടെ നിന്നൊരു ഡയമീറ്റർ. ഇവിടെ നമ്മൾ കണ്ട പ്രത്യേകത എന്തുവാ? സർക്കിളിന്റെ എൻഡിൽ നിന്നും സർക്കിളിന്റെ എൻഡിൽ നിന്നല്ല, സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്ക് വരച്ചാലും ആ പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സർക്കിളിലെ പോയിന്റ് തന്നെ പറഞ്ഞേക്കുന്നേ, സർക്കിളിനെ അകത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്നതെന്നിരിക്കട്ടെ. ഞാനൊരു പോയിന്റ് ദാണ്ട് ഇവിടെ ചൂസ് ചെയ്യും. സർക്കിളിനകത്തൊരു പോയിന്റ് ആണെങ്കിൽ ഈ ആംഗിളിന്റെ മെഷർമെന്റ് എന്തായിരിക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഇത് ആംഗിൾ കാണുമ്പോഴേ അറിയാം ഇത് 90 ഡിഗ്രി കൂടുതലായിരിക്കും കുറവായിരിക്കും. കാര്യം ആംഗിളിനെ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ഇങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. അതായത് അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പൊ ഇത് കാണുമ്പോഴേ അറിയാം 90 ഡിഗ്രി കൂടുതലാണ് അല്ലെ. ഇനി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണ്ട, നമുക്ക് അങ്ങനെ കണ്ട് മനസ്സിലാക്കണ്ട, വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്ത് പറയാം. പ്രൂഫിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഞാനപ്പോ അതിനു വേണ്ടി നമുക്ക് ഈ ആംഗിളിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മുടെ പഴയ ഫോമിലാക്കി. അപ്പോ നിങ്ങൾ ഈ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഡയമീറ്ററിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ പോയിന്റിലേക്ക് വരച്ചേക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് 90 ഡിഗ്രി ആയിരിക്കും. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലോ. കാര്യം ഡയമീറ്ററിന്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ പോയിന്റിലേക്ക് വരച്ചിരിക്കുകയാണ്.
ആ പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പ്രൂവ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നമുക്ക് പറയുന്നത് ഈ ആംഗിളിനെ കുറിച്ചാണ്. ഓക്കെ, അത് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. ഒരു ട്രയാംഗിളിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിൾ ഇതും ബാക്കി രണ്ട് ഇന്റീരിയർ ആംഗിളും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഈ ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയിരിക്കും ഇത്. അപ്പൊ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈ. കാര്യം ഇത് 180 മൈനസ് എക്സ് പ്ലസ് വൈ കാര്യം ടോട്ടൽ സം വരും. അപ്പം അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച അറിയത്തില്ലെങ്കിൽ ഇത്ര ഓർത്തോളുക. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രയാംഗിളിന്റെ ഒരു വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിൾ ബാക്കി രണ്ട് വെർട്ടെക്സിലെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡോട്ട് ലൈനോട് ചേർന്ന ഈ കൊച്ചു ട്രയാംഗിൾ അതിലെ ഒരു ഇന്റീരിയർ ആംഗിൾ 90 ഡിഗ്രി, മറ്റൊരു ഇന്റീരിയർ ആംഗിൾ ഇത്. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലയോ ഈ എക്സ്റ്റീരിയർ ആംഗിൾ? തലതിരിച്ചാണ് വെച്ചിരിക്കുന്നത്, നോക്കിക്കോളൂ. ഇതും ഇതും ഇന്ത്യ, അല്ലെങ്കിൽ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്ക് ഈ ട്രയാംഗിൾ അല്ല, ഈ ട്രയാംഗിൾ ആണ് കൊച്ചു ട്രയാംഗിൾ ആണ് എടുക്കുന്നത്. ആ കൊച്ചു ട്രയാംഗിളിലെ ഒരു വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിൾ അതാണ്ട് ഈ ആംഗിളിന് തുല്യമായിട്ട് ഇതാണെങ്കിൽ ബാക്കി രണ്ട് വെർട്ടെക്സിലെ ഇന്റീരിയർ ആംഗിൾസ് അല്ലേ ഇത്? അതിൽ ഒന്ന് 90യും പിന്നെ ഒരു ചെറിയ ആംഗിൾ. ആ ആംഗിൾ എത്രയോ ആയിക്കോട്ടെ, ചെറിയൊരു ആംഗിൾ. എന്തായാലും 90 പ്ലസ് ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 90യേക്കാൾ കൂടുതലല്ലയോ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്തുവാ? ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ഇതെങ്കിൽ 90 പ്ലസ് ഈ ആംഗിൾ ആണ് ഇത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ മെഷർമെന്റ് എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം തിയറം? If we join the ends of the diameter of a circle to any point inside the circle, on the circle ആയിരുന്നെങ്കിൽ അതെന്ത് വരുന്നു? 90 ഡിഗ്രി. Inside the circle we get an obtuse angle. We get an angle greater than 90 degree. 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ഒരു ആംഗിൾ കിട്ടും. എപ്പോഴാ? ഇൻസൈഡ് ദി സർക്കിൾ ആണെങ്കിൽ. ഓക്കെ, ഇത് തന്നെ നമുക്ക് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അതും ഇതേ കാര്യം വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. നോക്കണേ, ഞാന് സർക്കിളിന് പുറത്തൊരു പോയിന്റിൽ നിന്നാണ് രണ്ട് എൻഡിൽ നിന്നും വരച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് എൻഡിൽ നിന്ന് വരച്ചിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിന് പുറത്തൊരു പോയിന്റാണ്. അപ്പോ നോക്കാം, ഈ ആംഗിള് അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ശരി, അതിനു വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ജസ്റ്റ് നമുക്ക് ഈ ആംഗിളിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്യും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് 90 ഡിഗ്രിയാണ്. സംശയമുണ്ടോ? ഇല്ല. ആംഗിളിന്റെ സെമി സർക്കിൾ കാര്യം ഇത് ഈ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഇത് ഡയമീറ്റർ എൻഡ്സിൽ നിന്ന് സർക്കിളിലെ പോയിന്റിലേക്ക് വരച്ചേക്കും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. നമുക്ക് പറയേണ്ടത് ഈ ആംഗിളിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇതേ കണ്ടീഷൻ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് വിചാരിക്കാം. നമ്മളാണ് ഈ കൊച്ചു ട്രയാംഗിൾ, ഈ ട്രയാംഗിൾ ചൂസ് ചെയ്യാം. ഈ ട്രയാംഗിളിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഈ വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത് 90. അപ്പോ അതെന്ന് പറയുന്നത് ഇതിന്റെയും കൂടെ സം അടിക്കത്തില്ലയോ? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോഴേ എന്ത് കിട്ടത്തുള്ളൂ? 90 കിട്ടത്തുള്ളൂ. ഈ രണ്ട് ആംഗിൾ എന്തായാലും 0 വരത്തില്ല. 0 വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രെയിറ്റ് ലൈൻ ആയി പോകും അല്ലെ? അപ്പൊ ഈ രണ്ട് ആംഗിളൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ രണ്ട് ആംഗിളിലെ സമ്മ് 90 ആണെങ്കിൽ ഓരോന്നും എത്രയായിരിക്കും? 90യിൽ കുറവായിരിക്കത്തില്ലയോ? എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ആംഗിൾ ആയിട്ടുള്ള ഇത് എത്രയായിരിക്കും? ഇതും ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും, അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പൊ തിയറം പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? If we join the ends of the diameter of a circle to any point outside the circle, we get an acute angle or an angle less than 90 degree. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച തിയറങ്ങൾ എന്തൊക്കെയായിരുന്നു? If we join the ends of the diameter of a circle to any point on the circle, we get a right angle. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടകോണായിരിക്കും. If we join the ends of the diameter of a circle to any point inside the circle, we get an obtuse angle or an angle greater than 90 degree. അതായത് ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിനകത്തൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ, വൃത്തത്തിലെ ബിന്ദുവല്ല വൃത്തത്തിനുള്ളിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോൺ ബൃഹത് കോണായിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ഇതായിരിക്കും, കൂടുതലായിരിക്കും. അടുത്തത് ലാസ്റ്റ് വൺ. If we join the ends of the diameter of a circle to any point outside the circle, we get an acute angle or an angle less than 90 degree. ഓക്കെ ആണല്ലോ? വൃത്തത്തിലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിന് പുറത്തൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോൺ എന്തായിരിക്കും? ന്യൂന കോണായിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ കുറഞ്ഞ കോണായിരിക്കും. ഓക്കെ ആണല്ലോ? നമ്മൾ ആദ്യം പറഞ്ഞത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ്. എന്തായിരുന്നു? ഡയമീറ്ററിന്റെ എൻഡ്സ് സർക്കിളിലെ പോയിന്റ്. അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാ പറയുന്നത്?
ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾസ് ആർ റൈറ്റ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങള് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ഇനി ഈ ടെക്സ്റ്റിൽ വരുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.